കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് മാതാപിതാക്കളെ അനുസരിക്കുവാൻ മക്കൾക്ക് ഒരുപാട് പ്രയാസം. ചിലപ്പോൾ ജീവിത പങ്കാളി പറയുന്നത് അനുസരിക്കുവാനും വളരെ പ്രയാസം. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു കമ്പനിയിലായാലും എവിടെയൊക്കെയാണോ അധികാരികളുള്ളത് ആ അധികാരികളെ ഒന്ന് അനുസരിക്കുവാൻ ഒരു പ്രയാസം എല്ലാവർക്കും അല്ല, കുറേ പേർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ അനുസരണം ഇത്ര ബുദ്ധിമുട്ടാകുന്നത്? നമ്മൾ അതിനൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ വലിയ സത്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ സാവൂൾ, ആദ്യത്തെ രാജാവ്, സാമുവേൽ പ്രവാചകനെ കാത്തു നിൽക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബലിയർപ്പിക്കുകയാണ്. അവിടെ 22-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. രാജാവൊക്കെയാണ്, പക്ഷേ പുരോഹിതൻ, ദൈവത്തിന് പ്രതിഷ്ഠിതനായ ആ വ്യക്തിയെ ഒന്ന് കാത്തു നിൽക്കുവാൻ സാധിച്ചില്ല. നല്ല കാര്യമാണ് ബലിയർപ്പിക്കുന്നത്, പക്ഷെ അതിനേക്കാളും വലുത് അനുസരണമാണെന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ജീവിതത്തിൽ ഈ അനുസരണം ബുദ്ധിമുട്ടാണ് പലർക്കും. ദൈവം പറഞ്ഞു, ആദത്തിനനുസരിക്കാൻ ബുദ്ധിമുട്ടായി, ആദവും ഹവ്വയും ആ പഴം കഴിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഈ അനുസരണം ഒരു ബലിയായി നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലും ബലിയേക്കാളും വലുതാണ് അനുസരണമെന്നല്ല, പക്ഷേ അനുസരിക്കുവാൻ മനസ്സുള്ള വ്യക്തി ബലി അർപ്പിക്കുമ്പോഴാണ് ആ ബലി പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ബലിയേക്കാളും വലുതാണ് അനുസരണമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അനുസരിക്കുന്ന മനുഷ്യൻ അർപ്പിക്കുന്ന ബലിക്കാണ് യോഗ്യതയുള്ളത്. അനുസരിക്കാതെ ബലി അർപ്പിക്കുന്നവൻ്റെ ബലി അത് യോഗ്യമായി മാറുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, കായേനും ആബേലും ബലിയർപ്പിച്ചു. കായേൻ്റെ ബലി സ്വീകരിച്ചില്ല. ചീത്തയായി മത്തങ്ങയോ കുമ്പളങ്ങയോ ഒന്നും അർപ്പിച്ചതല്ല. കായേനിലും അവൻ്റെ ബലിയിലും കർത്താവ് സംപ്രീതനായില്ല. നമ്മളിലാണ് ആദ്യം സംപ്രീതനാകേണ്ടത്. വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞു വെക്കുന്നുണ്ട്, എവിടെ അനുസരണമില്ലയോ അവിടെ പുണ്യമില്ല, എവിടെ പുണ്യമില്ലയോ അവിടെ നന്മയില്ല, എവിടെ നന്മയില്ലയോ അവിടെ സ്നേഹമില്ല, എവിടെ സ്നേഹമില്ലയോ അവിടെ ദൈവമില്ല, എവിടെ ദൈവമില്ലയോ അവിടെ സ്വർഗമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊക്കെ വളരെ നിസ്സാരമെന്ന് തോന്നും. അത് അധികാരി, എൻ്റെ ഓഫീസർ, എൻ്റെ അധ്യാപകൻ, എൻ്റെ അപ്പൻ, അച്ഛൻ ഇത് പറഞ്ഞത് അത് നിസ്സാരമില്ല എന്ന് പറയും. പക്ഷെ എത്ര മനോഹരമായിട്ട് വിശുദ്ധ പാദ്രി പിയോ പറയുന്നു, എവിടെയാണോ അനുസരണമില്ലാത്തത് അത് പുണ്യമല്ല, അവിടെ പുണ്യമില്ല. എത്ര നല്ല മനുഷ്യനായാലും അനുസരിക്കുന്നില്ലെങ്കിൽ അവിടെ പുണ്യമില്ല. പുണ്യമില്ലെങ്കിലോ അവിടെ നന്മയില്ല, നന്മയില്ലെങ്കിലോ അവിടെ സ്നേഹമില്ല എന്നുള്ളതാണ്. എവിടെയാണോ സ്നേഹമില്ലാത്തത് അവിടെ ദൈവമില്ല, എവിടെയാണോ ദൈവമില്ലാത്തത് അവിടെ സ്വർഗമില്ല. അതുകൊണ്ട് ഈ ഒരു അനുസരണം ഒരു കൃപയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ പുണ്യം അഭ്യസിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എളിമയെന്ന പുണ്യം, അതുപോലെ അനുസരണം എന്ന പുണ്യം ഞങ്ങൾ ഉണ്ടാകണമേ. ഞങ്ങൾ കൂടെയുള്ളവർ, കുടുംബത്തിലായാലും ഞങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും ഈശോയെ അനുസരിക്കുവാൻ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുണ ദൈവ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.